ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോനാസ് വ്ലോഗ്. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലെന്നാണല്ലോ. സ്വന്തം സോനപ്പനെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മാരേജ് വ്ലോഗായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി, സോറി. അപ്പോൾ നമ്മൾ അന്ന് ഞായറാഴ്ച ഓഡിറ്റോറിയത്തിലോട്ട് പോണേണ്. അവിടെ നല്ല വലിയൊരു ഓഡിറ്റോറിയം ഓർന്ന്. പിന്നെ കുറേയൊന്നും എടുത്തില്ല, ചെന്നപ്പോൾ തന്നെ കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ജ്യൂസ്, ഇതേപോലത്തെ കുറേ ഐസ്ക്രീം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സത്യം പറഞ്ഞ പേരറിഞ്ഞൂടാ, എന്താണ് പീഡ എന്തോ ഇതിനെ പറയാം കറക്റ്റായിട്ട്. പിന്നെ പോപ്കോൺ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേപോലെ ഞാനുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ വരുന്നൊരു ബ്രോസ്റ്റഡ് ചിക്കൻ പോലത്തെ ഒരു സാധനം ഉണ്ടായി. പിന്നെ അവരുടെ സ്പെഷ്യൽ മന്തിയാണ് കപ്സണെന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം. ഇത് ഇങ്ങനത്തെ ഒരു റൈസ് ഉണ്ടായിരുന്നു, അത് അവിടുത്തെ സ്പെഷ്യലാണ്. അതും കഴിച്ചു. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇതാ ഇവിടുത്തെ ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ജ്യൂസ് പോലത്തെ ഒരു സ്വീറ്റാണ്. അതിൻ്റെ ഇപ്പുറത്തുള്ളത് പൈനാപ്പിൾ സ്വീറ്റിന് പൈനാപ്പിൾ പേടതെന്തോ പറയാം നമ്മൾ അതിനെ കറക്റ്റായിട്ട്. നല്ല നല്ല സ്വീറ്റാണ്, ടേസ്റ്റാണ്. പിന്നെ നോർമൽ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഷോർട്സിൽ ഞാൻ കറക്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം നിക്കാഹിൻ്റെതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ കണ്ടോ കോട്ടൻ ക്യാൻഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പുറത്ത് തന്നെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായി, നല്ല റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട്. അതിന് നമ്മൾ ഇവിടുത്തെ തന്നെ ഒരു അടുത്തുള്ളൊരു മാർക്കറ്റിൽ പോണേണ്. സൺഡേ മാർക്കറ്റാണ്. അതിനെ ആ ഒരു സ്ട്രീറ്റിനെ വേറൊരു പേരും കൂടി പറയും. അതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയി. അവിടെ ഇതുണ്ടോ പഴയ കാലത്ത് ചില്ലറകൾ, കോയിൻ, പിന്നെ കുറേ ഇതൊക്കെയുണ്ടോ ഗൾഫിലത്, പിന്നെ ഇവിടുത്തെ അങ്ങനെ പല സ്ഥലത്തെ ഒരു കൈൻഡ് ഓഫ് കോയിൻസൊക്കെ ഉണ്ട്, പല മോഡൽ കോയിൻസൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലത്തെ കുറേ എന്താ പറയുക, ഡയമണ്ട് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കുറേ ജ്വല്ലറീസ് ഉണ്ട് ഇവിടെ മെയിനായിട്ട് ജ്വല്ലറീസൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ള മുട്ടുള്ളത്. ജ്വല്ലറീസും പിന്നെ ഹെയർ ആക്സസറീസൊക്കെയാണ്. അവിടെ പിന്നെ ഇതേപോലത്തെ കുറേ ഇവിടെ വന്നിട്ട് 2-3 സ്ട്രീറ്റിൽ പോയിട്ടും നമുക്ക് മെയിനായിട്ട് കാണുന്നത് ഇതേപോലത്തെ ഹെയറുകളാണ്. ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ള കുറേ ഹെയറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കറങ്ങി ഒരു വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് ക്യാബ് ബുക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മളുടെ വീട്ടിലോട്ട് നമ്മൾ പോണേന്. നല്ല ബ്ലോക്കാണ് അവിടെ. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോക്കുള്ളൊരു സ്ഥലമാണ്. ഫുള്ള് സിഗ്നൽസാണ്, അടുത്തടുത്ത് സിഗ്നലൊക്കെ ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. പിന്നെ റോഡൊക്കെ നല്ല നല്ല അടിപൊളി കാര്യം, ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് നമുക്ക് ആ ഒരു ഇത് കാണാൻ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പാല് കൊടുക്കലൊക്കെ, ഇങ്ങനെ പാല് കുടിപ്പിക്കലുണ്ടായിരുന്നു പെണ്ണിനെ. അപ്പം ആദ്യം പെണ്ണിൻ്റെ തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തു. മുല്ലപ്പൂവൊക്കെ വെച്ചതിന് ശേഷം ഉമ്മ പെണ്ണിന് പാല് കൊടുക്കണേന് കണ്ടു. അപ്പോൾ ഇത് കാണുന്നതിനിടെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊന്ന്. ഓക്കെ, അങ്ങനെ പാലൊക്കെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാനങ്ങനെ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് സ്വർണ്ണം ഇട്ട് കൊടുക്കുന്നതാണ്. അത് ഇവിടെയുള്ളൊരു ചടങ്ങാണ്, നാട്ടിലും ഉണ്ട് അവിടെയുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളത്തെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനത്തെ ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്തൊരു സ്ട്രീറ്റിലോട്ട് പോകണേന്. ഇത് തിങ്കളാഴ്ചയാണ്, പിറ്റേ ദിവസമാണ്. ഇത് അവിടുത്തെ മാർക്കറ്റാണ്. അവിടുത്തെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. പിന്നെന്താണ്, നമ്മളവിടുന്ന് നമ്മൾ തിരിച്ച് പോകും. തിങ്കളാഴ്ചയാണ്. ഇന്ന് നൈറ്റ് ഒരു വൈകുന്നേരത്തെ ട്രെയിനാണ്. 8 മണിയുടെ 8:45 ട്രെയിനിലാണ് നമ്മൾ പോണത്. അവിടെ നമ്മൾ നേരെ ബസ് കയറിയിട്ടുണ്ട്. പിന്നെ ബസ്സിൽ നമുക്കിനി ആ സ്ട്രീറ്റിൽ പോയിട്ട് ഇറങ്ങണം. കണ്ടോ, ഇവിടെ ഫുള്ള് ഇതേപോലെ കുറേ ഇങ്ങനെ മരങ്ങളൊക്കെയാണ്. അപ്പം നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടെങ്കിലും അധികം ചൂടില്ലാത്തൊരു വെയിലാണ്. ഓക്കെ, പിന്നെ അവിടുത്തെ തന്നെ മരത്തിൽ തന്നെ ഒരു സ്ട്രീറ്റിൽ തന്നെ ഒരു പള്ളിയാണിത്. അപ്പം ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉള്ളിൽ കയറി നോക്കിയതാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇതിങ്ങനെ ഒരു പള്ളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഞങ്ങൾ നേരത്തെ പോയത് 8 മണിക്ക് എന്തോ ആയപ്പോൾ തന്നെ പോയി. എപ്പോഴും നല്ല ആൾക്കാരൊക്കെ ഉണ്ടായി. ഈ കട കണ്ടു, ഇത് നമ്മളുടെ നല്ല നല്ല വിലക്കുറവിൽ ബ്രൈഡൽ ഡ്രസ്സുകൾ കിട്ടുന്ന ഷോപ്പാണത്.
വിലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിന് ജസ്റ്റ് എത്ര 2000 എത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അവിടെ ബാംഗ്ലൂരിൽ നമ്മളുടെ അവിടുത്തെ സ്ട്രീറ്റിലേക്ക് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണ പെണ്ണുങ്ങൾക്ക് വളരെ 1800 രൂപക്ക് വരെയും നമുക്ക് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ഇടാൻ പറ്റണ അടിപൊളി ഹെവി വർക്കിൻ്റെ ലെഹങ്കകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളി ഷോപ്പാണ്. ബാംഗ്ലൂരിലൊക്കെ പോയി എടുക്കുക. ഇത് അൽസാദം കളക്ഷൻ അങ്ങനെ കറക്റ്റ് പേര് മറന്നേ. അപ്പോൾ അവിടെയൊക്കെ നല്ലതായിട്ട് നോക്കി എനിക്ക് അവിടെ നിന്ന് 2 ഉടുപ്പൊക്കെ എടുത്തു. പിന്നെ അത് ഫലൂദയൊക്കെ കഴിച്ചാൽ തിരിച്ച് വീട്ടിൽ പോണേ. ഇങ്ങനത്തെ വർക്കുള്ള ഉടുപ്പല്ല, എനിക്കിടാൻ സിമ്പിൾ കുറച്ച് കോഡ് സെറ്റുകളൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് വീട്ടിൽ പോകണം. പക്ഷേ കല്യാണ ആവശ്യങ്ങൾക്ക് നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് എടുത്തതിന് അടിപൊളി നല്ല വൃത്തിയാണ്. ഞാൻ എന്തായാലും അവിടെ പോയി എടുക്കാനെല്ലാവരും സജസ്റ്റ് ചെയ്യും. അത്രയ്ക്ക് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിനി വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ അടുത്ത ക്യാബ് വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകണം. അതിൻ്റെയൊന്നും വീട് കൊടുത്തില്ല, ഭയങ്കര ഹറിബറി ആയിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നമ്മളിനി ട്രെയിൻ അവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്, കന്യാകുമാരി വരെയും പോണ ട്രെയിനാണ്. അപ്പം നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്തതാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇത് വാങ്ങി, ഒരു റൈസും ഒരു ടൊമാറ്റോ റൈസും പിന്നെ ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂവും ആണെന്നുണ്ടായിരുന്നത്. രാത്രി ഇതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൊമാറ്റോ റൈസ് മാത്രം കഴിച്ചുള്ളൂ. വാപ്പിയാണ് ചപ്പാത്തി വെച്ചത്. പിന്നെ പിറ്റേ ദിവസമായി രാവിലെ നമ്മൾ എത്താറായി. രാവിലെ 7 മണിക്ക് എന്തോ ആണ് നമ്മളവിടെ എത്തുക. അപ്പോൾ നല്ല വെട്ടമൊക്കെ വെച്ച് സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ സ്ഥലം അവിടെ എത്തി. നമ്മളുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എത്രയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ കറക്കമൊക്കെ കഴിഞ്ഞു. ഇനി പറ്റുമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളിലേക്ക് ഞാൻ വീഡിയോ ആയിട്ട് വരാൻ അടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് വീട്ടിൽ പോകണം. അപ്പം നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ട് വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുമായിട്ട് വേണം. അപ്പോൾ ഇഷ്ടമായി ഉറപ്പായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്കാൻ മറക്കരുതേ. നമുക്ക് ഒരു അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.